സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2 കൊലപാതകങ്ങളാണ് തലസ്ഥാനത്ത് മാത്രം നടന്നത്. ഗുണ്ടകളെ പിടികൂടാനുള്ള പരിശോധനകളും നിലച്ചു. പിടികൂടിയ ഗുണ്ടകളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതും തിരിച്ചടിയായി. ആർ രാജീവ് ചേരുന്നു വിവരങ്ങളുമായി. രാജീവ്, എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? രോഹിണി, സംസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും തലസ്ഥാനത്തെ കാര്യമാണ് ഏറ്റവും ഗുരുതരമായി നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ഗുണ്ടാ ആക്രമണവും കൊലപാതകങ്ങളുമാണ് തലസ്ഥാന ജില്ലയിൽ മാത്രം നടന്നിരിക്കുന്നത്. ആഗസ്റ്റ് 10-നാണ് ആദ്യ കൊലപാതകം നടന്നത്. ഗുണ്ടാ നേതാവായിരുന്നു ജോയിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും കൊലപാതകങ്ങൾ നടക്കുന്നു. ഷിബിലിയാണ് ഗുണ്ടാ നേതാവ് തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ രീതിയിൽ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഗുണ്ടാ ആക്രമണങ്ങൾ നടന്നിട്ടും ഇത് തടയാൻ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നേരത്തെ ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഗുണ്ടാ ആക്രമണം തടയാനുള്ള റെയ്ഡുകളും ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ഘട്ടത്തിൽ പോലീസ് പ്രധാനമായും പറഞ്ഞിരുന്നത് 2000-നടുത്ത് ഗുണ്ടകളെ സംസ്ഥാന വ്യാപകമായി തന്നെ പിടികൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണ്ടാ ആക്രമണങ്ങൾ നടന്ന തലസ്ഥാന ജില്ലയിൽ വ്യാപകമായി പരിശോധനകൾ നടത്തിയും ഗുണ്ടകളെ പിടികൂടിയെന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഇവരിൽ ഭൂരിഭാഗം പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ പിന്നീട് സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങണമെന്ന നിബന്ധനയോടുകൂടിയാണ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. എന്നാൽ പിന്നീട് ഇവരുടെ മേൽ ഒരു നിരീക്ഷണം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗുണ്ടാ ആക്രമണങ്ങൾ ഇങ്ങനെ പതിവായി തുടരുന്നത്. കാരണം കൊലപാതക കേസുകളിൽ പ്രതികളായവർ പോലും പിന്നീട് ജാമ്യത്തിലിറങ്ങി ഗുണ്ടാക്രമണങ്ങൾ നടത്തുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തടയാൻ പോലീസ് സംവിധാനങ്ങൾക്ക് നിലവിൽ കഴിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന ജില്ലയിൽ പോലും ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2 കൊലപാതകങ്ങൾ ഈ ഒരാഴ്ചക്കിടെ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മാത്രമല്ല ഗുണ്ടാ ആക്രമണങ്ങളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏകദേശം 5ഓളം ഗുണ്ടാ ആക്രമണങ്ങളാണ് ഈ തലസ്ഥാന ജില്ലയിൽ നടന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുണ്ടാ ആക്രമണങ്ങളുടെ എണ്ണം ഏകദേശം 30-നടുത്ത് വരും. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 37 കൊലപാതകങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ മാത്രം നടന്നിരിക്കുന്നത്. ഈ രീതിയിൽ ഗുണ്ടാക്രമണങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നിട്ടും ഇത് തടയാൻ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരു ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചെങ്കിലും ഇപ്പോഴും പല പോലീസ് സ്റ്റേഷനുകളിലും ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്റലിജൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തടയാൻ ആവശ്യമായ സംവിധാനങ്ങളും നിലവിൽ പോലീസ് സേനയിലില്ല. ഏതായാലും ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, കടുത്ത നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുന്നില്ല. ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. അത്തരം ഗുണ്ടകൾ പിന്നീട് പോകുമ്പോൾ ഇവരെ നിരീക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളില്ല. കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും ഇപ്പോൾ പോകുന്നില്ല എന്ന പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉൾപ്പെടെ ഈ ഗുണ്ടകൾക്ക് ലഭിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുതന്നെയാണ് ഈ തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ ഗുണ്ടാ ആക്രമണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണമെന്നാണ് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് പോകാൻ ഇപ്പോൾ പോലീസ് സേനയ്ക്കും കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. രോഹിണി. ശരി രാജീവ്. സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ തടയുന്നതിൽ പോലീസ് കനത്ത പരാജയം. ആർ രാജീവാണ് വിവരങ്ങൾ നൽകിയത്.